നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് സംഭവ ബഹുലമായ ഒരു ദിവസമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ രാവിലെ എണീക്കുമ്പോൾ ആ എൻ്റെ ആദ്യത്തെ അനുഭവം ഞാൻ ഈ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീക്കും. എൻ്റെ വാട്സാപ്പ് ഞാൻ ഓടിച്ചൊന്ന് നോക്കും. ആരൊക്കെ അയച്ചിട്ടുണ്ട്? ഒരുപാട് കാണും. അതിൽ നമ്മൾ വളരെ അത്യാവശ്യമുള്ള ഉണ്ടാവുമോ എങ്കിൽ അതെടുത്ത് നോക്കാം. ഞാൻ ഞെട്ടലോടുകൂടി കണ്ടതാണ് അർജുൻ ആയങ്കിയുടെ മെസ്സേജ്. ഞാൻ ഞെട്ടിപ്പോയി. അർജുൻ ആയങ്കിയുടെ മെസ്സേജ് എനിക്കോ? നോക്കിയപ്പോൾ അയാളുടെ ഫേസ്ബുക്ക് എനിക്ക് ഇട്ട് തന്നിരിക്കുന്നത്. രാത്രി ഇട്ടതാണ്. അയാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ രാവിലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാണ് എൻ്റെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാമല്ലോ, ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഇരയായിരിക്കുന്ന പോലീസ് ഓഫീസറുടെ മാനസികാവസ്ഥ ഞാൻ ഓർത്തുപോയി. അതെ, അയാൾക്ക് ഭയന്നു പോകും. ഇത്രയും രൂക്ഷമായ ഒരു വെല്ലുവിളി. ഞാൻ ഒരുപാട് വെല്ലുവിളികളും കൊലവിളികളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന ഒരു സംഗതി. അതിൻ്റെ വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് നിന്നെ പെൻഷൻ വാങ്ങാൻ ഞാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തട്ടിക്കളയുമെന്നാണ് അർത്ഥം. പെൻഷൻ വാങ്ങാൻ അനുവദിക്കില്ല, ഞാൻ ചത്താലും നിന്നെ ഞാൻ അനുവദിക്കില്ല. അതെ, എന്ന് പറഞ്ഞാൽ ശാരീരികവും നിയമപരമായും ശാരീരികമായും നിന്നെ കൈകാര്യം ചെയ്യും. അതാണ്. നിന്റെ ഉറക്കം ഞാൻ നഷ്ടപ്പെടുത്തും. എല്ലാ കാര്യങ്ങളും അവസാനത്തെ 2 വരിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന അയാളെ തട്ടുമെന്നും അതിനുവേണ്ടി ജയിൽ ശിക്ഷയിൽ അനുഭവിക്കാനോ അല്ലെ തൂക്കിക്കൊലയ്ക്ക് വിധേയനാകാനോ ഞാൻ തയ്യാറാണെന്നാണ് ആ വരികൾക്കിടയിലൂടെ വായിച്ചത്. ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്ന മെസ്സേജാണ്. ആ പോലീസ് ഓഫീസറുടെ അവസ്ഥ എന്തായിരിക്കും? അയാളുടെ മാനസികാവസ്ഥ ഭയങ്കരമായിരിക്കും. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വിഭാഗമാണ്. അനേകം കേസുകളിലെ പ്രതിയാണ്. അനേകം കേസുകൾ. അപ്പം ഇയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി നല്ലവനായിട്ട് ജീവിക്കുകയാണ്. അവിടെയാണ് എനിക്കൊരു ചെറിയ സിമ്പതി അയാളോട് തോന്നിയത്. അതെ, എന്നുവെച്ചാൽ മനുഷ്യൻ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽപ്പെട്ട് ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുകയും ഒരു ഘട്ടത്തിൽ അവർ തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ അവർ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നിർബന്ധിതപൂർവ്വം തള്ളിവിടപ്പെടുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ പോലീസ് ഓഫീസറെ അയാൾ ഭയപ്പെടുത്തിയതിനോടൊരു യോജിപ്പ് എനിക്കില്ല. പക്ഷേ ഈ പോലീസ് ഓഫീസർ ഇവർക്ക് റെയ്ഡ് നടത്തിയതും അറസ്റ്റ് ചെയ്തതുമൊക്കെ ഒരു ഗൂഢാലോചനയുടെ പുറത്താണെങ്കിൽ അത് അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. കാരണം ഈ അർജുൻ ആയങ്കിയെ പോലെയുള്ള ആൾക്കാർ പോകുന്നിടത്തെല്ലാം പോലീസിന്റെ കണ്ണുണ്ട്. അവരെന്താണ് ഇപ്പൊ അവരൊരു പാർട്ടി നടത്തുകയാണ് കോതമംഗലത്ത് ഒരു റിസോർട്ട്. ഇത് ലഹരി പാർട്ടി ആയിക്കൂടുന്നില്ല, ഇത് പിന്നെ MDMA ഉള്ളതായിക്കൂടുന്നില്ല. സുഹൃത്തിന്റെ കല്യാണത്തിന് വന്നതാണ്. അതൊക്കെ ശരിയാണ്. ആ സുഹൃത്ത് മുറി എടുത്തു കൊടുത്തു. അതെ. അപ്പൊ അവരവിടെ താമസിക്കുമ്പോൾ പോലീസ് നോക്കാം, ലഹരി പാർട്ടിയോട് നോക്കാം. പക്ഷെ അവരെ പിടിച്ച് ഹൈവേ കൊള്ളയ്ക്ക് ആസൂത്രണമാണ് എന്ന് പറഞ്ഞ് ജയിലിലടയ്ക്കുമ്പോൾ അത് വാസ്തവം അല്ലെങ്കിൽ എൻ്റെ പോളിസി എന്താണെന്നറിയാം. അത് സ്വാഭാവികമല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ, ഒരുപാട് ക്രിമിനൽ കേസിലെ പ്രതി, സമാനമായ കേസിലെ പ്രതി, ഇയാൾ ഈ സ്വർണം പൊട്ടിക്കലൊക്കെ പറ്റിയ ആളാണല്ലോ. അപ്പൊ ഇവൻ അവിടെ വന്നപ്പോൾ തന്നെ അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും വിവരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവർ മുൻകരുതൽ എന്നുള്ള നിലയിൽ കൊണ്ടുപോയി. പക്ഷെ ഇവർ ഏത് വകുപ്പിട്ടാണ് ജയിലിൽ അടച്ചതെന്ന്? ഹൈവേ കൊള്ളയ്ക്ക് ആസൂത്രണം നടത്തി എന്ന് പറഞ്ഞാണ് ഇവരെ കൊണ്ടുവന്ന്. അത് കൊള്ളയാണെങ്കിൽ മാത്രമേ ഈ സംഘടിതമായി കസ്റ്റഡിയിൽ എടുക്കാം, നമുക്ക് അവരെ പരിശോധിക്കാം, കരുതൽ തടങ്കലിൽ അത് വെക്കാം, അവരെ ഡീറ്റെയിൻ ചെയ്യാം. പക്ഷെ അപ്പൊ ഇതിന്റെ അയാൾ ഇവൻ പറയുന്ന ഇവന്റെ കുറെ അവന്റെ ഒരു കൂട്ടുകാരൻ ഒരുത്തന്റെ കല്യാണം മുടങ്ങി, ഒരാളുടെ PSC പരീക്ഷ എഴുതാൻ പറ്റാതെ പോയി, അപകടത്തിൽ പരിക്കേറ്റ ഒരാളുടെ തലയ്ക്ക് അതിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു മാനുഷിക പശ്ചാത്തലം ഉണ്ടെങ്കിൽ ഏത് വലിയ കൊടിയ ക്രിമിനൽ ആണെങ്കിലും എൻ്റെ ഒരു പോളിസി ഇത്രേ ഉള്ളൂ: ചെയ്ത കുറ്റത്തിനെ ശിക്ഷിക്കാവൂ, 1. അത്രയേ ഉള്ളൂ. 2, ശിക്ഷ ചെയ്ത കുറ്റത്തിന് യോജിക്കുന്നതായിരിക്കണം. അതുപോലെ ചെയ്യാൻ പോകുന്ന കുറ്റത്തിന്, സിനിമാ ഡയലോഗാ, ചെയ്യാൻ പോകുന്ന കുറ്റത്തിനാരും മാപ്പ് പറയാറില്ലോ സാറേ എന്ന് പറയുന്ന പോലെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അയാളുടെ ആ വരികൾക്കിടയിൽ അയാൾക്ക് ആ ഉദ്യോഗസ്ഥനോടുള്ള കലിപ്പ് അല്ലെങ്കിൽ അയാളുള്ള ദേഷ്യം എത്രത്തോളം ഉണ്ട്. പക്ഷെ ആ ഉദ്യോഗസ്ഥൻ നിർബന്ധിതനായതായിരിക്കും. അതെ, അയാളെ മുകളിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞ് നിർദ്ദേശിക്കാൻ. എനിക്കിപ്പോഴും മനസ്സിലാത്തൊരു കാര്യം, അത് CPM-ന് അനഭിമതനായിട്ടുള്ള ഒരാളായിരുന്നു അർജുൻ ആയി. അതുകൊണ്ടാണ് അവരുടെ ഭരണത്തിന്റെ അവസാന കാലഘട്ടം തന്നെ. അപ്പൊ ഈ സർക്കാർ അധികാരം ഏറ്റ് കഴിഞ്ഞിട്ടാണോ അതോ അതിന് മുമ്പാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് 2 ദിവസം മുമ്പ്. അപ്പൊ പിന്നെ അനുഭവിച്ചോ എന്ന് 2 ദിവസം മുമ്പ്. കാരണം ഞാൻ കരുതിയത് ഇദ്ദേഹത്തിന്റെ ഈ ഭരണം ഏറ്റ മെയ് 2-ാം തീയതിയാണ്. മെയ് 4-ാണ് റിസൾട്ട് വരുന്നത്. 2-ന് രാത്രിയിലാണ്. അവരെ ഇല്ലായ്മ ചെയ്യാന്ന്. അതായത് P. ശശിയുടെയൊക്കെ അവസാന അംഗത്തിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഗൂഢാലോചനകൾ. അങ്ങനെയാണെങ്കിൽ ഇവർ യുദ്ധം ചെയ്യേണ്ടത് P. ശശിയോടും പിണറായി വിജയനോടും. അതെ, പിടിപ്പിച്ചവനോടാണ്, അല്ലാതെ ഇയാളെ പിടിപ്പിച്ചിട്ട് കാര്യം. ഒരു പാവം പോലീസുകാരനെ പറയുന്ന കാര്യം അയാൾ മേളിൽ നിന്ന് പറയുന്നത് ചെയ്യുന്നു. 3-ാം ഭരണം വരുമെന്ന് കരുതിയിരിക്കുക. ആ തുടർ ഭരണത്തിന്റെ സന്തോഷത്തിലാണ് ഇത് എടുത്തു വെച്ചത്. പക്ഷേ അത് ഇപ്പൊ പണിയായി. ഇതിപ്പം അവസാനം അവൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഈ പാവപ്പെട്ട SHO ആയിരിക്കും. ഈ SHO ഒക്കെ ഭയന്നായിരിക്കും
ജീവിക്കും. വേളയിൽ എന്ന് പറയുമ്പോൾ എന്തായാലും ആ പോലീസുകാരനെ ദൈവം രക്ഷിക്കട്ടെ. പോലീസ് എന്തായാലും രക്ഷിക്കാൻ പോകുന്നില്ല. ഇല്ല അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്കറിയില്ല. കാരണം പ്രശാന്തൻ എന്നാ പറ്റും അയാളുടെ ഈ യൂണിഫോം ഇട്ടു, പ്രശാന്തൻ ഈ യൂണിഫോം ഇട്ടു എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ലാതെ ഇത് ഊരിക്കഴിയുമ്പോൾ അല്ലെ അത് ഇട്ടോണ്ട് പോകുമ്പോഴും ഒരുത്തം വന്ന് കൊല്ലണമെന്ന് വിചാരിച്ചു കൊന്നു കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ യൂണിഫോം മേൽ തോക്കുണ്ടെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. യൂണിഫോം ഉള്ളപ്പോൾ തോക്കുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാത്തപ്പം അതാണ് അയാൾ പറഞ്ഞത്, യൂണിഫോം ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അപ്പോൾ നിന്നെ കൈകാര്യം ചെയ്യാമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പ്രശാന്തനുള്ള ഒരു ഏക അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇയാളെ കൊല്ലും എന്ന് ഇവൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് ഇവനെ കണ്ടാ വെടിവെച്ച് കൊന്നാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊല്ലാൻ വന്നപ്പോൾ ഞാൻ കൊന്നെന്ന് പറയാൻ പറ്റും. അങ്ങനെ കൂടെ ഉണ്ട്. വെടിവെക്കാം, കൊല്ലാനൊന്നും പറ്റില്ല, മുട്ടിന് താഴെയൊക്കെ വേണേൽ വെടിവെക്കാം. എന്തായാലും അതൊരു ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇപ്പം പക്ഷെ എന്നെ അതിശയപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഒരു ഗുണ്ടാ നേതാവ് ഒരു CIയെ കാച്ചു വന്ന് വെല്ലുവിളിക്കും. അതിന് അടിയിൽ വന്നിട്ട് ഈ ഗുണ്ടാ നേതാവിനെ പുകഴ്ത്തിക്കൊണ്ട് ഇഷ്ടം പോലെ പോസ്റ്റുകളാണ് വരുന്നത്. അയാൾക്ക് വലിയ ആരാധകരുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമുക്കറിയാം, നമ്മളിത് മരട് അനീഷിൻ്റെ ഒരു പോഡ്കാസ്റ്റ് കൊടുത്തിട്ട് എത്ര മില്യൺ ആൾക്കാർ അത് കണ്ടിട്ടുള്ളത് ഇല്ലേ? അതിന് ആൾക്കാർക്കൊരു ആരാധനയാണ് ഇവരോട്. മരട് അനീഷിൻ്റെ പിന്നെ ഉണ്ടല്ലോ, മരട് അനീഷ് ഒരു ഗുണ്ടയാണെന്ന് അറിയപ്പെടുമ്പോഴും അയാളുടെ ഇന്റർവ്യൂ കാണുമ്പോൾ അയാൾക്കൊരു വലിയ ഒരു മഹത്വവൽക്കരിക്കുന്ന. പക്ഷേ ഇതൊന്നും അങ്ങനല്ല. ഇവർ CPMന്റെ സൈബർ സേനയുടെ പ്രധാനിയാണ് ഈ അർജുനായി. അതിന്റെ ഒരു വേറൊരാളോട് ഉണ്ടായിരുന്നല്ലോ, ആകാശ് തില്ലങ്കരിയുടെ സഹായിയായിരുന്നു ഈ അർജുനായി. എങ്ങനെയാന്ന് തോന്നുന്നു. ഇവരെല്ലാം കൊടിസുനിയുടെ ടീമിൽപ്പെട്ട ആൾക്കാർ. അതെ, ഇവരെല്ലാം ഒരു സംവിധാനത്തിന്റെ ഗ്യാങ്ങിന്റെ, അതായത് കണ്ണൂരിൽ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതറിയാം. ആ സ്വർണം പൊട്ടിക്കലിന്റെ ആൾക്കാരെന്നെ ഇവരല്ല. ഈ P ജയരാജൻ ആർമിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു ആദ്യം. അവര് പിന്നെ PJ ആർമിയെ ദുർബലമാക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ചിറകുകൾ അരിഞ്ഞു കളഞ്ഞവരാണ് ഇവരൊക്കെ. എന്താണെങ്കിലും ഇയാൾ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് നമുക്ക് കരുതാം. എന്തായാലും ആ പോലീസ് ഓഫീസർക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ ADGP അജിത് കുമാറിനെ എന്ത് സംഭവിച്ചു? അജിത് കുമാർ പറഞ്ഞത് ഈ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് ഡയറി തിരുത്തിയതിൽ തനിക്ക് പങ്കൊന്നുമില്ല, തൻ്റെ ഓഫീസിൽ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്, ഇവരെ എല്ലാം നോക്കാൻ എനിക്ക് സമയമില്ല, അവരിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ഉത്തരവാദിത്വമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇയാൾക്കെതിരെ മൊഴി പറയുന്നത് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആലപ്പുഴ DYSP അവിടുത്തെ അയാളുടെ റൈറ്റർമാരുമാണ്. അപ്പോൾ അവരെ MRന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് കേസ് ഡയറി തിരുത്തിച്ച് കോടതിയിൽ കേസ് റെഫർ ചെയ്യുന്നതിന് വേണ്ടി എഴുതി കൊടുത്തു. അതായത് ഞാൻ മനസ്സിലാക്കിയത് അജിത് കുമാറിന്റെ ഓഫീസിൽ നിന്ന് അവരെഴുതി കൊടുത്ത മൊഴിയാണ് തിരിച്ച് അവർ കൊടുത്ത് ഒപ്പിട്ട് വാങ്ങി. അത് വാങ്ങി എന്നുള്ളത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തോട് ഈ DYSPയും മറ്റു പോലീസുകാരും മൊഴി കൊടുത്തു. അത് മൊഴി കൊടുത്തപ്പോൾ ഈ ADGPയുടെ ഓഫീസിലുണ്ടായിരുന്ന ശ്രീകാന്ത് എന്നും ഗിരീഷ് എന്നും പറഞ്ഞിട്ട് ഗ്രേഡ് SIമാരാണ് ഇത് ചെയ്യിച്ചത്. അത് ADGPയുടെ നിർദ്ദേശപ്രകാരമാണ്. ADGP എന്നെ നേരിട്ട് വിളിച്ചു എന്നാണ് DYSP കൊടുത്ത മൊഴി. അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ഈ 2 ഗ്രേഡ് SIമാരെയും ഇന്നലെ SIT ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൽ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പൊട്ടിക്കരഞ്ഞു. ADGP പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഒരു 3 DYSP ഓഫീസിലെ 2 പോലീസുകാരും DYSP അടക്കം 3 ഇങ്ങനെ 2 ADGP ഓഫീസ് 5 പേര് അജിത് കുമാറിനെതിരെ മൊഴി കൊടുത്തിരിക്കുന്നു. ഇനി അജിത് കുമാറിനെതിരെ ഒരു നടപടി എടുക്കാതിരിക്കാൻ എങ്ങനെ പറ്റും? അതുമല്ല, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ ചൈത്ര തെരേസ ജോണിന്റെ മൊഴിയുണ്ട്. SP അവർ കൊടുത്തു. കേസ് അന്വേഷിച്ച 2 പോലീസ് ഓഫീസർമാരെയും തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി അജിത് കുമാറിന്റെ വീടിന്റെ വാതിക്കൽ ഓഫീസിന്റെ വാതിക്കൽ രാവിലെ വൈകുന്നേരം നിർത്തിയെന്ന് അവർ ഒരാൾ മയങ്ങി വീണു. അത് കൂടാതെ ഇതിന്റെ ഒറിജിനൽ കേസ് ഡയറി ഇവർ കോപ്പി എടുത്തു വെച്ചിരുന്നു. ആരാ ഈ തിരുത്തിയ? ഇയാൾക്ക് അറിയാമായിരുന്നു, DYSPക്ക് അറിയാമായിരുന്നു ഇത് പണിയാവും. അത് അയാൾ റെഡിയാക്കി വെച്ചിരുന്നു. അവരത് കൊടുത്തു. ഞങ്ങൾ ഇതാണ് കൊണ്ടു കൊടുത്തത്, ഇത് തിരുത്തി എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവർക്ക് ജാമ്യം. അതിനുള്ള കളി അവിടെ നടന്നു എന്നുള്ളതാണ്. അടുത്ത ചൊവ്വാഴ്ചയാണ് ഈ രക്ഷാപ്രവർത്തന കേസിലെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന 5 പോലീസ് ഓഫീസർമാരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരുന്നത്. ആ വിധിയിലേക്കുള്ള ചർച്ചകൾ, അതായത് വാദങ്ങളും പ്രതിവാദങ്ങളും കോടതിയുടെ ചോദ്യങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ വളരെ കൃത്യവും വ്യക്തവുമാണ് അവർക്ക് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ജാമ്യം കൊടുത്തു. എന്നെ അവർ ഉറപ്പിച്ചു. കാരണം അനിൽ കല്ലിയൂർ എന്ന് പറയുന്ന ഇതിനകത്തെ മെയിൻ കക്ഷിയുണ്ട്. അയാൾ ആ അറസ്റ്റ് തടഞ്ഞ ദിവസം തന്നെ ആഹ്ലാദിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അയാളുടെ രീതി എന്ന് പറഞ്ഞാൽ നീയൊക്കെ എന്നെ എന്നാ പുല്ല് കാണിക്കാനെന്നുള്ള രീതിയിലാണ്. ഒന്നും ചെയ്യത്തില്ല ചെയ്യില്ലെന്ന് നമുക്കറിയാം. കാരണം പ്രോസിക്യൂട്ടർ വരെ ഇപ്പോഴും പഴയതായിരിക്കും. എനിക്ക് ശ്രീ AD തോമസിനോട്, MLA കൂടിയാണ്, അദ്ദേഹത്തോട് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല.
അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടിയില്ല. അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. കാരണം എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ചൊവ്വാഴ്ച അവർക്ക് ജാമ്യം കിട്ടും. അതോടെ കേസ് ദുർബലമാകും. ഈ കേസ് പിന്നെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ലാതാവും. കാരണം കോടതിയുടെ പരാമർശങ്ങൾ ഈ കേസിനെ പിന്നെ അല്ലെങ്കിൽ മേൽക്കോടതിയിൽ പോകേണ്ടതായി. മുൻകൂർ ജാമ്യം സാധാരണ താഴത്തെ കോടതിയിൽ നിഷേധിക്കപ്പെട്ടാൽ മുകളിൽ ആ മുൻകൂർ ജാമ്യം കിട്ടിയാൽ പിന്നെ നിഷേധിക്കാനുള്ള സാധ്യത കുറവാണ്. ഇല്ല, അതായത് മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ മേൽക്കോടതി തരും. അതെ. പക്ഷേ താഴത്തെ കോടതി മുൻകൂർ ജാമ്യം കൊടുത്താൽ മേൽക്കോടതി ആ ജാമ്യം ലംഘിക്കുന്ന ഒരു രീതിയില്ല. ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ഇവർ തന്നെ, ഈ പോലീസുകാർ തന്നെ, അവന്മാർക്ക് തന്നെ ഇപ്പോൾ അറിയാം, ഒരു കുഴപ്പവും ഞങ്ങൾക്ക് വരാമോ, ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇപ്പോഴും ഉണ്ട് പാർട്ടി സംവിധാനം. പക്ഷെ അതൊരു വലിയൊരു കീഴ്വഴക്കത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ഇവർക്ക് വേണമെങ്കിൽ അന്വേഷണം നടത്തി കേസ് അവിടെ നടക്കട്ടെ, അന്വേഷണത്തിൽ ജോലി പിരിച്ചുവിടാം. അത് വേണേൽ ചെയ്യാൻ പറ്റും, പിരിച്ചുവിടുക. പക്ഷെ അപ്പൊ പാർട്ടി രക്തസാക്ഷിയാക്കി കൊണ്ടുവരും. ഈ പിരിച്ചുവിട്ടാലും അടുത്ത സർക്കാർ ഇപ്പൊ ഇവർ വരുവാണെങ്കിൽ അവർ തിരിച്ചെടുക്കും. അങ്ങനെയുണ്ട്. അങ്ങനെ വിട്ടവരെ എല്ലാം തിരിച്ചെടുത്തിട്ടുണ്ട്. ഈ ശ്രീമോഹൻ എന്ന് പറഞ്ഞൊരു CI അയാളെ തിരിച്ചെടുത്ത് റിട്ടയർ ചെയ്തു. അയാൾ വീണ്ടും റിട്ടയർ. അയാൾ 33 കേസിലെ പ്രതിയായിരുന്നു. പറഞ്ഞിട്ട് 33 കേസിലെ പ്രതി. ഈ ക്രിമിനൽസ് എന്നിടത്തെല്ലാം കുഴപ്പം പിടിച്ചൊരു ഇതാളായിരുന്നു. ഇതിനകത്തൊക്കെ വലിയ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നുണ്ടായിരിക്കും. അല്ല ചുമ്മാ ഒരാളെ പറഞ്ഞു വിട്ട ഒരാളെ ചുമ്മാ തിരിച്ചെടുത്തു ഒന്നും ഉണ്ടാവില്ല. അതാണ് എന്തായാലും ആ സംഭവത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. നമുക്ക് അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, ഈ അന്വേഷിച്ച പോലീസ് സംഘത്തിനും അടികൊണ്ട അജയ്ക്കും തോമസിനും ഒക്കെ നമുക്ക് അനുശോചനം അറിയിക്കാം. അല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, അല്പം തിടുക്കം കൂടിപ്പോയി. അതായത് ഈ പറയുന്ന കോടതിയിലെ പ്രോസിക്യൂട്ടർമാരെയൊക്കെ മാറ്റി നിയമിച്ചതിന് ശേഷം വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ, മാത്രമല്ല ഇവർ കൊടുത്ത റിപ്പോർട്ട്, SIT കൊടുത്ത റിപ്പോർട്ടിനകത്ത് എന്തൊക്കെയോ പാളിച്ചകളുണ്ട്. അത്തരം ധൃതി വെച്ച ഒരു പരിപാടിക്ക് പോകുന്നത് പ്രോസിക്യൂട്ടറെ വെക്കണം. മാത്രമല്ല ഇവർക്ക് ഈ ഒരു ജഡ്ജ് കേസ് പരിഗണിക്കുന്ന ഒരു ജഡ്ജിന്റെ വിശ്വാസ്യതയിൽ സംശയം അത് അപേക്ഷകനുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് ബെഞ്ച് മാറ്റാവുന്നതായിരുന്നു. ഇന്ന ആളെ കൊണ്ട് വേണ്ട എന്നുള്ളത് പറയാമായിരുന്നു. അതൊന്നും ചെയ്തില്ല. എല്ലാം ചടങ്ങുകളാണ്. ഇത് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. അത്രയേ ഉള്ളൂ. നമ്മുടെ പാറ്റകളുടെ ആഗോള സമ്മേളനം ചീറ്റിപ്പോയി. അത് മോദി ഹിറ്റ് അടിക്കേണ്ടി വന്നില്ല, ഇവര് തന്നെ ഹിറ്റ് അടിച്ചു. അതെ അതെ അതെ. നമ്മളെത്ര 2 കോടി പേര്, 20 ലക്ഷം 2 കോടി പേരെ പ്രതീക്ഷിച്ചത് 2 ലക്ഷം പേര് വരുമെന്നായിരുന്നു പറഞ്ഞത്. 2 ലക്ഷം. ഞാൻ 2 കോടി ആദ്യം കേട്ടിരുന്നു, 2 ലക്ഷമാക്കി. എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പായി, എന്താ പറയുന്നത്, ഈ വിർച്വൽ ലോകത്ത് ഇരിക്കുന്നവർക്ക് അതിനകത്തുനിന്ന് ഇറങ്ങാൻ സമയമില്ല. അവരവിടെ ഇരുന്നുകൊണ്ട് തള്ളുന്നതല്ലാതെ ഇത് പുറത്തേക്ക് ഇറങ്ങി ഇതിന്റെ ചൂടും വെയിലും ഒന്നും കൊള്ളാൻ അറിവില്ല. എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട്, സാർ രാഷ്ട്രീയത്തിൽ വരണം, മത്സരിക്കണം, ജയിക്കും എന്നൊക്കെ. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഈ പറയുന്ന അതല്ല. എന്നെ ജനം ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലല്ല, എന്നെ ഇഷ്ടപ്പെടുന്ന മാധ്യമ പ്രവർത്തനം എന്ന നിലയിലാണ്. ഞാനിപ്പോൾ ഒരു മണ്ഡലത്തിൽ പോയി സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ ഏറിയ 3000 വോട്ട് കിട്ടും. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കിട്ടത്തില്ല. വയറ് നിറച്ച് തെറിയും കിട്ടും, ആവശ്യത്തിനുള്ള തെറിയും കിട്ടും. ഇത് കഴിഞ്ഞ് തിരിച്ച് ഈ പണിക്ക് വന്ന ആളുകൾ കൂവി ഓടിക്കുകയും ചെയ്തു. നമുക്ക് നികേഷ് കുമാർ പറ്റിയിരിക്കും. അവസാനം CPM കൊണ്ട് അടിയറ വയ്ക്കേണ്ടി വന്നു. ഇപ്പൊ നികേഷ് കുമാറിനെ കാണാനില്ല കേട്ടോ. എന്ത് നികേഷ് കുമാർ ഇപ്പൊ ഇല്ല. അല്ലെങ്കിൽ ധവളപത്രത്തെ കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു പിണറായി ഈ ചാരന്മാരെയൊക്കെ തിരിച്ചറിഞ്ഞു. ഒരുത്തനെ പാർട്ടിയിൽ എടുത്തോളം അവന്റെ ശല്യം തീർന്നു. ആരാ? നമ്മുടെ ബിനീഷ് കോടിയേരി. പിന്നെ ഉള്ളത് ഇയാളുടെ അനക്കമില്ല, പറഞ്ഞു വിട്ടെന്ന് തോന്നുന്നു. അപ്പം ഈ പാറ്റ പാർട്ടിയുടെ ഒരു കുഴപ്പം ഞാൻ പറഞ്ഞത്, ഈ യുവത്വത്തിൻ്റെ ഏത് തരത്തിലുള്ള ചലനവും നമ്മൾ പോസിറ്റീവായിട്ട് കാണും. കാരണം യുവത്വം പലപ്പോഴും രാഷ്ട്രീയത്തിൽ നിന്ന് മറന്ന് അവരുടെ സ്വകാര്യ താല്പര്യങ്ങളിലും റീൽസിലേക്കൊക്കെ മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക്, എന്നോട് ഞാൻ ഇന്നിപ്പം സംസാരിച്ചപ്പോഴാണ് അറിയുന്നത്, പണ്ടൊക്കെ ഇപ്പം ഈ സദാചാരം ഇല്ലല്ലോ, ഹോട്ടലിൽ ആണിനും വേണ്ടി താമസിക്കാൻ തടസ്സമില്ലല്ലോ. ഓയോ റൂംസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റയിൽ കപ്പിൾസിന് 3 മണിക്കൂറിന് റൂം എന്ന് പറഞ്ഞ പരസ്യമുണ്ട്. ആലോചിച്ച് നോക്കിയ കാലം മാറിയിരിക്കുന്ന മാറ്റം. ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിൽ പരസ്യമുള്ളത് 2 എന്നോട് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് പണ്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇവിടെ പല സിനിമകളും സംഭവിക്കില്ല. പല സിനിമകളിലും പ്രധാന ഇത് ഈ അവിഹിതമാണല്ലോ. അതുപോലെ ഈ ഹോട്ടലിൽ പോകുന്നതും പോലീസ് പിടിക്കുന്നതും ഒക്കെയാണ് ഈ പല സിനിമയിലും കണ്ട്. നമ്മുടെ പഴയ മുഹൂർത്തം 11:30 എന്നൊക്കെ പോലെ മമ്മൂട്ടിയുടെ സിനിമയിലൊക്കെ കഥ ഇതാണ്. അപ്പൊ ആ ഒരു സംഭവം ഇവിടെ നടക്കത്തില്ല. അല്ലെ, ഞാൻ ഇൻസ്റ്റ എടുത്താൽ അവിടുത്തെ ഏറ്റവും കൂടുതൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് യോയോ റൂംസ്. ഈ ഓയോ ആണോ വേറെ ഓയോ എന്നാ പറയുന്നത്, വേറെ എന്തൊരു സാധനമുണ്ട്. ഓയോ അല്ലാതെ വേറെ കമ്പനി ഉണ്ട്, Airbnb. അതെനിക്കറിയില്ല എന്നുള്ളത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ Airbnb. അപ്പൊ ഇതെല്ലാം 2 മണിക്കൂർ 3 മണിക്കൂർ നേരത്തേക്കാണ്
കൊടുക്കുന്നത്. അത്തരം റൂമുകളുടെ പ്രൊമോഷൻ തന്നെ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നടത്തുന്നത്. ഓ ശരി. എന്നിട്ട് ഇതിനകത്ത് ഒരാൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഒരെണ്ണത്തിൻ്റെ ഒരാൾ ഒരു ഹോട്ടൽ പരിചയപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആധാർ കാർഡ് ചോദിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ നിയമവിരുദ്ധമാണല്ലോ. ഒരു ഹോട്ടലിലും ആധാർ കാർഡ് ഇല്ലാതെ കൊടുക്കാൻ പാടില്ല, ഐഡന്റിറ്റി കാർഡ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു തലമുറയിൽ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു തലമുറയിൽ രാഷ്ട്രീയം ചർച്ചയാവുന്നത് തന്നെ നല്ല കാര്യമാണ്. അരാഷ്ട്രീയവാദികളാകാത്ത ഒരു തലമുറയെ നമുക്ക് കരുതാം. മാത്രമല്ല അവർ രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ. പക്ഷേ ഈ വിർച്വൽ ലോകത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രൂപപ്പെടുന്നതല്ല റിയാലിറ്റി എന്ന് ഈ അനുഭവം വ്യക്തമാണ്. മാത്രമല്ല ഇവരുടെ ഈ ന്യൂജൻ്റെ ഒരു കുഴപ്പം, ഞാൻ പറഞ്ഞ ന്യൂജനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ, അവരുടെ പരിമിതികളോട് അംഗീകരിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു കുഴപ്പം എന്നാ വെച്ചാൽ അവർക്ക് പക്വതയില്ല എന്നുണ്ട്. അതുകൊണ്ട് ഉദാഹരണത്തിന് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശം, നമ്മുടെ ഭരണഘടനയെ വിശ്വസിക്കുന്ന ഒരാൾ അത് വിവാദമാക്കാനേ പാടില്ല. ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ വെല്ലുവിളിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയാണ്, പരമോന്നത കോടതിയാണ്. അതെ, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ നമ്മൾ പണ്ടൊരു തൊപ്പി എന്ന് പറഞ്ഞൊരു, അവനെന്ത് ചെയ്യാ, പയ്യൻ എന്ത് ചെയ്യാം, ഒരു പിടിയിൽ തൊപ്പി എതിലേ പോയെന്ന് അറിയില്ല. തൊപ്പിയെ അറസ്റ്റ് ചെയ്ത ദിവസം ഒരു 10 വയസ്സിൽ താഴെയുള്ള പയ്യൻ വന്നൊരു വീഡിയോ ഇട്ടില്ല, ഞങ്ങൾ കേരളം കത്തിക്കുമെന്ന് പറഞ്ഞു. തൊപ്പി മാത്രമല്ല, വേറെ ഒരു ബസ് ഉണ്ടായിരുന്നു, ഒരു ബുൾജെറ്റുകാരെ തൊട്ട നിന്നെ ഒന്നും വെച്ചേക്കത്തില്ലെന്ന് പറഞ്ഞാൽ 5-6 വയസ്സുള്ളവന്മാർ ലൈവ് ഇടുകയായിരുന്നു. അപ്പൊ ഏതാണ്ട് അതുപോലെയാണ് ഈ സംഭവം, ഈ പാറ്റ പാർട്ടി എന്ന് പറഞ്ഞാൽ. ഇവർക്ക് മണവും ഗുണവും തിരിച്ചറിയാത്ത കുറെ പിള്ളേർ. പിന്നെ അതിലൊക്കെ ഉപരി ഇതിനെ സംബന്ധിച്ചൊരു വലിയ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. എന്താ, ഈ പാറ്റ പാർട്ടിയുടെ ആ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള അക്കൗണ്ടുകളാണ് അതിനകത്ത് കണ്ടിരുന്നത്. അവർ നുഴഞ്ഞു കയറി ഇതിനകത്ത്. ഇതിൻ്റെ അകത്തുള്ള ഇതിനൊക്കെ അപ്പുറത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇത്തരം നിഷ്കളങ്കരായ ആത്മാർത്ഥതയുള്ള പിള്ളേർ രംഗത്തിറങ്ങുമ്പോൾ അവരെ പിന്നിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ രാജ്യശത്രുക്കൾ, രാജ്യദ്രോഹികളെത്തും ഉണ്ടാവും. അപ്പോൾ ഈ ജോർജ് സോറോസിനെ പോലെയുള്ള ആളുകൾ എപ്പോഴും ഇന്ത്യ വിരുദ്ധ ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എപ്പോഴും ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കണം. അപ്പം ഈ ജനാധിപത്യത്തിൽ ഇപ്പോൾ ഇന്നലെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഒരു AI കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. അതിൽ പേപ്പർ അവതരിപ്പിച്ച് നമ്മുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. അപ്പം അവിടെ ഈ പാറ്റാക്കൂട്ടം വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നത് AI കുറിച്ചല്ല, പകരം ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചാണ്. പക്ഷേ അമേരിക്കൻ ജനാധിപത്യത്തെ അവർ ചോദിക്കത്തില്ല. വെനസ്വേലൻ ശുഷ്കമാണ്. അതാ അമേരിക്കൻ വെനസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചത് എല്ലായിടത്തും ഇതൊരു പ്ലാൻഡ് ആണ്, പ്രീ പ്ലാൻഡ് ആണ്. അതായത് നരേന്ദ്രമോദി നോർവേ ചെല്ലുമ്പോ അതേ ചോദ്യമുള്ളൂ. ഇവരെന്താണ് ചോദിക്കുന്നത്? ട്രംപിനോട് ചോദിക്കുന്നില്ല. ഇന്ത്യയിലെ ജനാധിപത്യത്തെ കുറിച്ച് ഇവരെന്താണ് ഇതെന്നാ ഇത്ര ഭീകരമായിട്ട് കിടക്കുന്ന സ്ഥലം? ഇതല്ലേ ഉള്ള ജനാധിപത്യം. യൂറോപ്യൻ രാജ്യങ്ങൾ ഒഴിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ജനാധിപത്യം ഉണ്ട്. അമേരിക്ക അടക്കമുള്ള ലോകത്ത് എവിടെയാണ് ഇന്ത്യയുടെ അത്ര ജനാധിപത്യം ഉള്ളത്? അമേരിക്കയിൽ ശരിക്കും ഒരു ഏകാധിപതിയുടെ ഏതെങ്കിലും ഒരു അറബ് രാജ്യങ്ങളിലുണ്ടോ? ഇല്ല. പക്ഷെ ഇവർക്കെല്ലാം ചോദിക്കാൻ ഇന്ത്യ അവിടെ അല്ല അവർ മര്യാദയ്ക്ക് ഇരിക്കും. ഇവിടെ വന്നിട്ട് ഇത് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്നെങ്കിലും നോക്കണമല്ലോ. അവിടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ പരിപാടി ഉണ്ടല്ലോ, ഈ പാറ്റാക്കൂട്ടം എന്ന് പറയുന്നത് ഇന്നത്തോടുകൂടി അയാൾക്ക് മനസ്സിലായി. അഭിജിത്ത് ദീപ്കെ എന്ന് പറഞ്ഞ പയ്യൻ ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയിട്ട് അയാൾ പറയുന്നത് എന്താ, വിചാരിച്ച 2 ലക്ഷം പേരെല്ലാം കാണും. അവന് വലിയ ആളായിട്ട് ഇവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ ആരുമില്ല. അവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എത്തിയതാ. അതാണ് അവിടെ എന്താണ് ധർമ്മേന്ദ്ര പ്രധാൻ. രാഹുൽ ഗാന്ധി കുറെ കാലം കഷ്ടപ്പെട്ടിട്ട് പ്രധാനമന്ത്രി ഇന്നലെ അങ്ങാണ്ട് പോയി കടലിൽ ചാടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. ആൻഡമാൻ നിക്കോബാറിൽ എന്തോ സംരക്ഷിക്കണമെന്നൊക്കെ. പുള്ളിയുടെ ഒരു കുഴപ്പമെന്നാൽ പുള്ളി ഒരു പരിപാടി തുടങ്ങി വെക്കും, ഒരിക്കലും അത് തീർക്കത്തില്ല. പുള്ളി ഓപ്പൺ ചെയ്തിട്ട്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ നിലനിർത്തുന്നതും പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവന്നൊക്കെ മോദിയാണെന്നാണ്. അതെ അതെ അതെ, അവര് സേഫാണ്. അവർക്ക് പ്രത്യേകിച്ച് പണി മുഴുവൻ പുള്ളി ചെയ്തോളും. നാട് മുഴുവൻ നടക്കുന്നു, ചെരുപ്പിടുന്നു, ഒറ്റ എഴുതുന്നു, അങ്ങനെ ചെയ്യുന്നു, അവിടെ ചെല്ലുന്നു, പാചകം ചെയ്യുന്നു, വെള്ളത്തിൽ ചാടുന്നു. ഇതിങ്ങനെ കുറെ പരിപാടി. ഏതായാലും ഈ പാറ്റ പാർട്ടിയുടെ ഒരു കുഴപ്പം ഇതിന് പിന്നിലെ വിദേശ ശക്തികൾ. ഇപ്പം നോക്കൂ, ബംഗ്ലാദേശിൽ ഈ പാറ്റ വിപ്ലവം നടന്നു. അതെ, ഈ ബംഗ്ലാദേശിൽ പാറ്റ വിപ്ലവം നടന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടെ കൂടുതൽ മതമൗലികവാദികൾ, ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള വർഗീയ പ്രസ്ഥാനങ്ങൾ അധികാരത്തിലെത്തി. അതായത് ജനാധിപത്യ സംരക്ഷണം. നേപ്പാളിൽ നേരത്തെ ഒരു സമാധാനം നഷ്ടപ്പെടുത്തി. അതെ, ഈ കശ്മീരിൽ ലഡാക്കിൽ അവർ ശ്രമം നടത്തി ബുദ്ധന്മാരെ തകർത്തത്. അത് നമ്മൾ അപ്പം തന്നെ അടിച്ച് ദൂരെ കളഞ്ഞു. ഇത് ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് മാത്രമാണ് ഇന്നത്തെ ഇത് അനുവദിച്ചത്. എനിക്ക് നമ്മുടെ ജയിക്കൊക്കെ അവൻ അവിടെ ഡൽഹിയിലായിപ്പോ ഈ പാറ്റയുടെ ഇവിടെ തമിഴ്നാട്ടിലാണ് ഡിവൈഎഫ്ഐക്കാർ പാറ്റ പാർട്ടി ചേർന്നില്ല. ആ പാറ്റ പാർട്ടിക്ക് വേണ്ടി പ്രകടനം ജയിക്ക് ഡൽഹിയിലുണ്ട്. മിക്കവാറും ചിത്രമൊക്കെ പുറത്തു വരും പറയാം ജയിക്ക് കാണുമായിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അല്ല, ജയിക്കിനെ നമ്മുടെ ഇയാളെയും കൂടെ രണ്ടുപേരെയും കൂടെ പിടിച്ച് വണ്ടിയെ കയറ്റി 54 കിലോമീറ്റർ അപ്പുറം കൊണ്ട്
ഇറക്കി വിട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞ. പിന്നെ അവിടെ നിന്ന് എങ്ങനെ തിരിച്ചു വന്നു എന്ന് അറിയില്ല. ഇല്ല, പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി എന്ന് പറഞ്ഞ് സമരത്തിന് പോയത്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ കടക്കാം. നമ്മൾ ആളുകളെ ഇത്രയും നേരം 20 മിനിറ്റ് നേരം നമ്മൾ മറ്റു വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് തമ്പും ടൈറ്റിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് വി.ഡി. സതീശനെ കുറിച്ചാണ്. ഈ വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടത് കൊണ്ടാണ് പ്രേക്ഷകരെ ഞങ്ങൾ അതിൽ പോയത്. പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ സ്വഭാവമാണ്. അതായത് ഒരു നിയമസഭയിൽ ഒരു ഏകാധിപതിയായിട്ട് പുള്ളി വാഴുകയാണ്. സ്പീക്കർക്ക് പോലും ഒരു പ്രാധാന്യം നഷ്ടപ്പെടുന്ന രീതിയിലാണ്. പക്ഷേ വിശാഖൻ, എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ വി.ഡി. സതീശൻ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ ചിലതൊക്കെ വികാരഭരിതനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരാളും എന്നെ പിന്തുണയ്ക്കുന്നില്ല. ഇല്ല, അത് അത്രമാത്രം ആരാധക വൃന്ദമാണ് ഈ വി.ഡി. സതീശനുള്ളത്. അതൊരു അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ്. നമ്മളെ സോഷ്യൽ മീഡിയ ഒരു ഉരകല്ലാണ്. ശരിക്കും നോക്കുക, വി.ഡി. സതീശനെ കുറിച്ചൊരു പോസ്റ്റ് വരുമ്പോൾ അതിനടിയിൽ വരുന്ന കമൻറ്റും ഈ വി.ഡി. സതീശന് എതിരെ ഒരു പോസ്റ്റ് വരുമ്പോൾ അതിനടി വരുന്ന ഒരു കമൻറ്റും നോക്കണം. എന്നിട്ട് പിണറായി വിജയനെ കുറിച്ചുള്ളൊരു പോസ്റ്റിന് അടി വെച്ചും കൂടെ നോക്കണം. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും രസം. അതായത് വി.ഡി. സതീശനെ അനുകൂലിച്ച് വരുന്ന പോസ്റ്റിനും എതിർത്ത് വരുന്ന പോസ്റ്റിനും അദ്ദേഹത്തിന് അനുകൂലമായ കമൻറ്റുകളാണ്. പക്ഷേ പിണറായി വിജയൻ എതിരെയോ അനുകൂലിച്ചൊരു പോസ്റ്റ് വരുന്നു വെച്ചു, ഒരു ഒറ്റ കമൻറ്റ് പോലും അതിന് അനുകൂലമായിട്ടുള്ളത് അല്ല. അതിനൊരു കാരണം പറയാം. ഞാൻ വി.ഡി. സതീശനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും പറഞ്ഞു. ഇന്ന് കേൾക്കുന്നൊരു വാർത്ത ബി അശോകിനെയും പ്രശാന്തിനെയും എടുക്കുന്നത് ഏതാണ്ട് ഫയൽ ഒപ്പിട്ടു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒപ്പിട്ടെന്നും അത് നീങ്ങുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും ആ ഉത്തരവ് ഇറങ്ങുന്നത് വിശ്വസിക്കത്തില്ല. കാരണം വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി ആയിരുന്നില്ല അതിന്റെ തടസ്സം ജയതിലക് എന്ന ചീഫ് സെക്രട്ടറിയാണ്. അപ്പം മുഖ്യമന്ത്രി ഒപ്പിട്ടാലും അത് വെളിയിൽ വരും എന്ന് ഉറപ്പൊന്നുമില്ല. ഇനി വന്നാൽ ഈ സസ്പെൻഷനൊക്കെ പിൻവലിച്ചു എന്നാൽ നിങ്ങൾ സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ അങ്ങനെയും വരാം. അതുകൊണ്ടാണ് ഞാൻ ആ വാർത്തയിൽ എന്നോട് ഒരു നിരവധി പേര് ഷാജിന് സന്തോഷമായില്ലേ അവർ തിരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു അവരോടൊക്കെ ഈ ഉത്തരവ് പുറത്തു വരട്ടെ, ഉത്തരവ് വന്നിട്ട് നേരിൽ കാണാൻ വിശ്വസിക്കും. തോമസ് ലീഗ പറഞ്ഞു യേശു ക്രിസ്തുവിന് മുറിവിൽ തൊട്ടാലേ വിശ്വസിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ഉത്തരവ് കാരണം ജയതിലകിനെ സംബന്ധിച്ചിടത്തോളം ഇനി അയാൾക്ക് ഏകദേശം 1 മാസം കൂടി സർവീസ് ഉണ്ട്. അയാൾ ശ്രമിക്കുന്നത് ഈ 1 മാസം കൂടി ഇവരെ പുറത്തു നിർത്താനാണ്. ഇവരേതെങ്കിലും ഒരു കീ പോസ്റ്റിൽ വന്നാൽ ഇയാൾക്ക് പണിയാവുന്നറിയാം. ഇയാൾ സസ്പെൻഷനായിട്ട് പോകും. കാരണം അതിനുള്ള പണികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇവർക്കിപ്പം ഇയാൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന നിയമവും പഴുതുമാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അറിയാവുന്നത്. അതുകൊണ്ടാണ് അയാൾ പിടിച്ചത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ വിശ്വസിക്കൂ. അതായിരുന്നു എൻ്റെ ഈ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം. ഞാൻ കരുതിയിരുന്നത് പ്രശാന്തിനെ മുഖ്യമന്ത്രി ഓഫീസിലെ സെക്രട്ടറിയായും, അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള സെക്രട്ടറിയായും, ബി അശോകിനെ ഹോം സെക്രട്ടറിയായും തിരഞ്ഞെടുക്കുമായിരുന്നു. അല്ലെങ്കിൽ ബി അശോകിനെ മുഖ്യമന്ത്രി ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും, അതായത് നമ്മുടെ ശിവശങ്കരൻ ഓഫീസിലെ ഇദ്ദേഹത്തെ ആഭ്യന്തര സെക്രട്ടറിയായും എടുക്കുന്ന ഞാൻ കരുതിയിരുന്നു. അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഈ സർക്കാരിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുമായിരുന്നു. കാരണം ഈ 2 പേർക്കുള്ള വിഷനും ഇവരുടെ അഴിമതി വിരുദ്ധ നിലപാടും ഇവരുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും സ്റ്റേറ്റിന് ഗുണം ചെയ്യണമെങ്കിൽ കീ പോസ്റ്റ് വെച്ചേക്കണം. പക്ഷേ ഈ 1-2-3 ആഴ്ചത്തെ താമസം ഉണ്ടല്ലോ, അത് അവരുടെ മൊറലിനെ ബാധിച്ചിട്ടുണ്ട്. അവരും മനസ്സിൽ വിചാരിച്ചു കാണും, എടാ ഇത് ഞങ്ങൾ കൂടി അധ്വാനിച്ചിട്ട് വന്ന ഒരു സർക്കാരാണ്, ഞങ്ങൾ അങ്ങോട്ട് കയറിയ പുറകെ ഞങ്ങളെ തിരിച്ചെടുക്കും എന്ന് ഞങ്ങൾ പലരോടും ഉണ്ടാവായിരിക്കും. ഞങ്ങളെ ഇപ്പൊ തിരിച്ചെടുക്കുന്നു. പക്ഷേ 1 ദിവസമായി 2 ദിവസമായപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഗൾഫിൽ നിന്ന് വന്നവനോട് എന്നാ തിരിച്ചു പോകുന്നത്. അപ്പൊ അതിപ്പോ ഒരു ദേഷ്യം അവർക്ക് വേറെ ഇല്ല എന്ന് പറഞ്ഞതുപോലെ. അതേസമയം ഇതൊക്കെ പറയുമ്പോഴും ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടാൽ ഞാൻ വി.ഡി. സതീശന് നിയമസഭയിലെ പ്രസംഗങ്ങൾ കാണുന്നത് ഈ ന്യൂജൻകാര് ഈ റീൽസ് കാണുന്ന പോലെ. ഇവർ ഈ വെബ് സീരീസും കൊറിയൻ ഡ്രാമ കാണത്തില്ലേ, ചിരി അടക്കാൻ പറ്റില്ല. ചിരിയല്ലേ, ആവേശമാണ്. അല്ല, പുള്ളി എല്ലാം ഒരു ചിരിയോടുകൂടി ഈ സർക്കാസം ഞാനിപ്പോ നിയമസഭയിൽ അദ്ദേഹം എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒതുങ്ങിയ ശരീരപ്രകൃതം മുതൽ നമ്മൾ കാണുമല്ലോ, ആ ഒരു ഒതുങ്ങിയ ശരീരപ്രകൃതം ഉണ്ടല്ലോ, ആ കൂസലില്ലാത്ത മുഖം മുതൽ ഈവൻ സ്പീക്കറോട് പോലും വലിയ കൂസലില്ല. ഞാനിപ്പോ എന്തോ ചെയ്യണമെന്ന് ഞാൻ എന്താ ചെയ്യണമെന്ന് പറയാം, ഞാനിതിപ്പോ ഇവിടെ വെക്കണോ വേണ്ട. അപ്പം ഇതിൽ പറഞ്ഞിട്ട് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എഴുതി വെച്ചോണ്ടല്ലെന്ന് ഓർക്കണം. ഇവർ പറയുന്ന സാധനങ്ങള് അപ്പം മനസ്സിൽ കുറിച്ചിട്ട് എണീറ്റ് അടിക്കുന്ന അടി. അവിടെ അല്ലേ പിണറായി പൊളിഞ്ഞത്, എഴുത്തി കൊടുക്കാൻ ആളില്ല, അതുകൊണ്ട് ഒന്നും പറയാനും അറിയില്ല. അതുകൊണ്ട് മറ്റേ ബാലഗോപാലിനെ ആദ്യം പിന്നെ ആരെങ്കിലും ക്യാപ്സിൽ ബാലഗോപാലിനും അറിയത്തില്ല. ബാലഗോപാലിന് എന്തെങ്കിലും പറയാറിയാം, ഇങ്ങേർക്ക് എന്നാന്ന് ഓർത്തിരുന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, ഇങ്ങേർക്ക് ഇത് അറിയത്തില്ല. ഇത് 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഇതാർക്കെങ്കിലും അറിയാം. എഴുതി കൊടുത്തിരുന്നത്. ഇന്ന് ചർച്ച തുടങ്ങിയപ്പം ഞാൻ മറ്റേ ഇന്നാണ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ധവളപത്രത്തിന്റെ തുടക്കം. ആ തുടക്കത്തിൽ ബാലഗോപാൽ എഴുന്നിട്ടൊരു ഇത് പറയാണ്,
303 എന്തോ സെക്ഷന്റെ കാര്യം പറഞ്ഞ് പറയാണ്. ഒരു എതിർനോട്ട് കൊടുത്തു. എതിർനോട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറയുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, 5 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്, എനിക്ക് 25 കൊല്ലത്തെ 5 വർഷം ധനമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ബാലഗോപാലിന് ഇതൊന്നും അറിയത്തില്ല എന്ന് ചോദിച്ചാൽ. കാരണം ഇങ്ങനെ വെക്കാൻ പാടില്ല. കാരണം ഇത് മേശപ്പുറത്ത് വെച്ചതിന് ശേഷമേ ഇതിനെക്കുറിച്ച് ഒബ്ജക്ഷൻ ഉന്നയിക്കാൻ പറ്റൂ. ഇത് ആദ്യമേ പുള്ളി ഒബ്ജക്ഷൻ ഉന്നയിച്ചു. അതായത് ഈ കാര്യങ്ങൾ മുഴുവൻ അങ്ങനെ തീർത്തു. പിണറായി എന്നിട്ട് പറഞ്ഞ ഡയലോഗുകൾ പിണറായി ചമ്മല. കാരണം മറ്റേ ഇന്നലെ ആ കമ്മ്യൂണിസ്റ്റ് റഷ്യയെ കുറിച്ച് സംഭാഷണം ഉണ്ടായില്ലേ, അതിൽ സതീശൻ പറഞ്ഞത് തെറ്റായിരുന്നു. അത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പറയുന്നില്ല. അങ്ങനല്ല, സതീശൻ പറഞ്ഞത് തെറ്റായിരുന്നു. പക്ഷെ ഇത് പറയാൻ വിവരമുള്ള ഒരുത്തനും അവിടെ ഇല്ല. അല്ലല്ല, സതീശൻ തെറ്റല്ല. അതായത് വളരെ കൃത്യമാണത്. അതായത് ഈ സതീശൻ ഒറ്റ പോയിന്റേ പറഞ്ഞുള്ളൂ, സ്റ്റാലിനും ഹിറ്റ്ലറും തമ്മിൽ ധാരണ. ഇത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ലോകം പിടിച്ചെടുക്കാൻ നടക്കുന്നവരാണ്. ആ രണ്ടുപേരും ഒരു ധാരണയെ പോയി പരസ്പരം പണി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അത് സോവിയറ്റ് യൂണിയൻ, അത് പിണറായി പറഞ്ഞത് ശരിയാണ്. സോവിയറ്റ് യൂണിയൻ ഒരു ഉത്ഭയം ഉണ്ടായിരുന്നു, ഇവര് നമ്മളെ ആക്രമിച്ച ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ അത് ഓർക്കേണ്ട പ്രോബ്ലം എന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ പിണറായി പറഞ്ഞ രൂപീകരിച്ചിട്ട് 1917 സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുന്നത്. ഇത് 1939 സംഭവിക്കുന്നത്. അപ്പൊ 10-20 വർഷമായി. അപ്പൊ എന്നിട്ട് ദുർബലം മാത്രമല്ല, സ്റ്റാലിൻ സർവാധികാരിയായി വാഴുകയാണ്, ലോകത്തെ കിടുകിട ഉറപ്പിക്കുകയാണ്. അപ്പം ഈ കമ്മ്യൂണിസത്തെ കുറിച്ചുള്ള സംഭാഷണത്തിൽ പോലും ഈ പിണറായി വിജയൻ സതീശന് മുമ്പിൽ തോക്കുവാണ്. അതുപോലും പുള്ളി പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അത് പറഞ്ഞു. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഇന്നലെ ഈ ധവളപത്രം അവതരിപ്പിക്കാൻ വരുമ്പോൾ പുള്ളി പേടിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ധവളപത്രത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് പറഞ്ഞത് കീഴ്വഴക്കം എന്നെ ലംഘിച്ചു. അപ്പൊ പുള്ളിയുടെ വർത്താനം എന്താ, നിങ്ങളുടെ കീഴ്വഴക്കം അല്ല ഞങ്ങളുടെ കീഴ്വഴക്കം, ഈ കീഴ്വഴക്കമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ നിങ്ങൾ വെച്ചെല്ലാം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകളാണ്, ഇത് അങ്ങനെ അല്ല എന്ന് പുള്ളി അപ്പൊ പറഞ്ഞു. അത് നിങ്ങൾ വെച്ചതെല്ലാം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പം പിണറായി വിജയൻ പറയുന്നുണ്ട്. പിണറായി വിജയൻ ആദ്യമേ പറഞ്ഞു ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് സതീശൻ പറഞ്ഞത് ഇതിന് നേരെ പിടിച്ച കണ്ണാടിയാണ്. ഇത് അതിന്റെ മുഖം നോക്കുക, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞു. നിങ്ങൾ വായിച്ചില്ലല്ലോ? അതെ, ഇത് നിങ്ങളുടെ കൈ കിട്ടിയില്ലല്ലോ. പുള്ളി പറഞ്ഞു വന്നത് എന്താ അറിയോ, സതീശൻ ഇത് വെക്കുന്നതിന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് വെച്ചിരിക്കുന്ന ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. നേരത്തെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ കൊണ്ട് വെച്ചുകൊണ്ടിരുന്നത് അവരുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, കേരള സമൂഹത്തിന്റെ ഒരു പ്രതിഷേധമാണ്, കണ്ണാടിയാണ് എന്ന് പറഞ്ഞാൽ പുള്ളി വെക്കുന്നത്. ആ പിണറായി വിജയൻ ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് മാത്രമേ കേട്ടുള്ളൂ. അപ്പൊ പുള്ളി ഉദ്ദേശിച്ച പുള്ളിയുടെ കാലത്ത് വെച്ച എല്ലാം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതല്ല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, സതീശൻ പറഞ്ഞതാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോഴാണ് സതീശൻ പറഞ്ഞത് ഇതാണ് നിങ്ങളുടെ നേരെ വെച്ച കണ്ണാടിയാണ്, നിങ്ങൾ അതിനകത്ത് നോക്കിയാൽ അറിയാം ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞു, ഇതിനൊക്കെ കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ, അത് അളന്ന് മുറിച്ച മറുപടി. അത് സതീശൻ മാത്രമല്ല, കട്ടയ്ക്ക് കട്ട വേറെ 10-20 പേരുണ്ട്. അബിൻ വർക്കിയുടെ ഒരു ഉണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെടുത്ത സജീന്ദ്രനെ. പിന്നെ ഇതിനകത്ത് ഒരാൾ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല, രമേശ് പിഷാരടി. അയാളൂടെ വരുവാണ് ഇവരുടെ ശവമടക്കം നടത്തിയാൽ മതി. തമാശയായിരിക്കും അല്ലേ? തമാശ എന്ന് നിർത്തിപ്പൊരിക്കും പുള്ളി. ഇല്ലാ കഥ ഉണ്ടാക്കി പറയാൻ ഭയങ്കര മിടുക്കല്ലേ പരിഹസിക്കാൻ. എല്ലാവർക്കും എതിരെ കഥ ഉണ്ടാക്കുന്ന ആളാണ് മുകേഷ്. മുകേഷിനെതിരെ കഥ ഉണ്ടാക്കിയ ആളാണ് പിഷാരടി. സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് അദ്ദേഹം. ശരിക്കും അദ്ദേഹത്തിന്റെ ഇതുവരെ വന്നില്ല. സന്ദീപ് വാര്യർ അല്ല, ഗംഭീര പ്രസംഗം. സന്ദീപ് വാര്യർ കണ്ടോ? ഞാൻ കണ്ടില്ല. സന്ദീപ് വാര്യർ പ്രസംഗിച്ചു, നന്നായിട്ട്. അത് പിന്നെ ഈ നന്ദി പ്രമേയ ചർച്ചയാണ്, അതിൽ പ്രസംഗിച്ചു പുള്ളി. ഞാൻ രമ്യ ഹരിദാസിന്റെ കേട്ടു, എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. രമ്യ ഹരിദാസ് വെറുതെ നോക്കി വായിക്കുമായിരുന്നു. നല്ലൊരു പ്രസംഗം. അതായത് ആവേശത്തോടു കൂടിയുള്ള പൊളിറ്റിക്സ് ആണ്. നമ്മുടെ ഇയാൾ പറഞ്ഞ മാതിരി, നമ്മുടെ സജീന്ദ്രൻ പറഞ്ഞതുപോലെ, പക്ഷെ ഫുൾ നോക്കി വായിക്കുമായിരുന്നു. അത് ചിലരുണ്ട്, എനിക്കൊന്ന് CR മഹേഷും അങ്ങനെ വായിച്ചു. നോട്ട് കുറിച്ച് സംസാരിക്കാം, എന്തിനാണെന്നറിയോ, ടൈം പോകാതിരിക്കാം. അതെ. പക്ഷേ നോട്ട് പുസ്തകത്തിൽ ഇതിലേക്ക് നോക്കി രമ്യ ഹരിദാസ് മൊത്തം നോക്കി വായിക്കും, എഴുതിക്കൊണ്ട് വന്ന് വായിക്കുമായിരുന്നു. അപ്പൊ അതിന് വില പോയില്ലേ? അത് പോയി. ആ സമയം ഇയാളത് സജീന്ദ്രനും അതെ നോട്ട് നോക്കുന്നുണ്ട്, അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി പറയാം. അതെ. എന്നിട്ടും പുള്ളിക്ക് വിട്ടുപോയിട്ടാണ് രണ്ടാമത് 2 മിനിറ്റ് കൂടെ മേടിച്ചിട്ടാണ് പിണറായിയെ പഞ്ഞി കിട്ടത്. ബാക്കി എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ പിണറായിയും ജോൽസിന്റെയും കഥ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ അതായിരുന്നു ഏറ്റവും കിടുക്കത്. അതായിരുന്നു ഏറ്റവും കിടുക്കത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് വി ഡി സതീശനെ ഒരുത്തനെ, അതായത് ഇനി വരാൻ പോകുന്ന 5 കൊല്ലം എന്ന് പറയുന്നത് വി ഡി സതീശന്റെ യുഗമാണ്. അത് അദ്ദേഹം എന്തെല്ലാം വിമർശനങ്ങൾ ഉണ്ടായാലും നിയമസഭയിൽ വന്ന് എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ വി ഡി സതീശന്റെ മുമ്പിൽ ഒന്നുമാവാൻ പിണറായി വിജയന് പറ്റത്തില്ല, പ്രതിപക്ഷത്തിന് പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഈ നല്ല ആരുമില്ല. ഈ ജയിച്ച് വന്നിരിക്കുന്ന പ്രതിപക്ഷത്തിൽ നല്ല ആരുമില്ല. ആകെ ഉള്ളത് കോന്നിന്ന് ഒരു MLA ഉണ്ട്, ജനീഷ് കുമാർ. പുള്ളിക്ക് ഏതാണ്ടൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ പുള്ളി പറഞ്ഞു വരുമ്പോൾ വേറെ അതല്ല ഇതിന്റെ ഇടയ്ക്ക് ഈ ബാലഗോപാൽ എഡിറ്റ് ചെയ്തിട്ട്
സ്പീക്കർ അപമാനിച്ചു എന്ന് പറഞ്ഞ പ്രക്രിയ. അപ്പൊ ഞാനോട് നമ്മൾ കേട്ടില്ലല്ലോ സ്പീക്കർ അപമാനിക്കുന്നത്. പുള്ളി എന്താ ഉദ്ദേശിച്ചത് പുള്ളിക്ക് അല്ല, എന്നാ സംഭവം എന്നറിയോ, ഇയാള് പി രാജീവ് ജയിച്ചു വന്നായിരുന്നെങ്കിൽ, അയാൾ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ സ്പീക്കർ അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു, കാരണം ഒന്നും മനസ്സിലാവത്തില്ലോ എന്ന് പറഞ്ഞു. അപ്പൊ സ്പീക്കർക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. കാരണം എന്തൊരു വിഷയദാരിദ്ര്യമാണ് പ്രതിപക്ഷം അനുഭവിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. അല്ല, ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. എല്ലാം ഇവർ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ അത് UDF സർക്കാർ ചെയ്യുമ്പോൾ അത് തിരിച്ചു പറയാൻ പറ്റുമോ? അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ YSR ഉണ്ടല്ലോ, രാജശേഖർ റെഡ്ഡി, YSR രാജശേഖർ റെഡ്ഡി എന്ന് പറയുന്ന നേതാവ് ആന്ധ്രാപ്രദേശിൽ ഒരു കൊടുങ്കാറ്റായിരുന്നു. അയാൾ ഉണ്ടാക്കിയ ഒരു തരംഗം, സോണിയാഗാന്ധിക്ക് ഒരു പിടുത്തക്കുറവായിരുന്നു. CBI കേസൊക്കെ എടുക്കുന്ന UPS സർക്കാരിന്റെ കാലത്താണോ? അല്ലാതെ BJP സർക്കാരല്ല അയക്കതിൽ എടുക്കുന്നത്. അയാൾ ഒരു കൊടുങ്കാറ്റായിരുന്നു, ഒരു ജനവികാരം. അയാൾ ഹെൽത്ത് സെക്ടറിനെയും സപ്ലൈ, മറ്റേ ഭക്ഷ്യ സ്ഥലത്തും, ഇത് രണ്ടുമാണ് സാധാരണക്കാരെ ബാധിക്കുന്നത്. ഇത് രണ്ടും ഇയാൾ ക്ലിയർ ആക്കി. അങ്ങനെ ഈ ഒരു YSRന്റെ ഒരു തനിയാവർത്തനമായി VD സതീശൻ മാറാം. കാരണം ഓരോ വാക്കും, അതായത് ഈ പ്രതിപക്ഷം പറയുന്ന ഓരോന്നിനും പൊളിച്ചടുക്കി കയ്യടി നേടിച്ച് നമ്മൾ സിനിമയിലൊക്കെ ഹീറോകൾ പോകുന്നത് പോലെ കമന്റ്, ഈസ് എ ഗുഡ് ടീച്ചർ എന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ടീച്ചർമാരെയും പോലില്ല, ഈ ടീച്ചർക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ പറ്റും. അതോടുകൂടി ഇവിടുത്തെ LDFകാർ വരെ ഇയാളുടെ ഇവരെ പ്രതിരോധിക്കുന്നത് എന്താണെന്നറിയോ, സതീശൻ ഇപ്പോഴും നുണകൾ പറഞ്ഞുകൊണ്ട് വിശ്വസനീയമായ രീതിയിൽ നുണ പറയുന്നത്. അതും ഒരു കഴിവാ, അതും ഒരു കഴിവാ. വിശ്വസനീയമായ രീതിയിൽ നുണ പറയാൻ കഴിയുന്നെങ്കിൽ അയാളാണ് ഏറ്റവും മിടുക്ക്. നല്ല പ്രസംഗകൻ എന്നാണ് എല്ലാവരും സതീശനെ കുറിച്ച് പറയുന്നത്. പക്ഷെ നല്ല പ്രസംഗകൻ എന്നതിനേക്കാൾ അത് നല്ല പ്രസംഗകനായ ആർക്കും പറ്റത്തില്ല. വളരെ കൺവിൻസിംഗ് ആയി ഫാക്ട് പറഞ്ഞു, വളരെ കുറച്ച്. ഞാൻ ഉദാഹരണം പറയാം. ഈ ക്രമപ്രശ്നം ഉന്നയിച്ചല്ലോ ബാലഗോപാലൻ. അതെ, ഞാൻ ആ ക്രമപ്രശ്ന പ്രസംഗം മുഴുവൻ കേട്ടു. ആ 10 മിനിറ്റുള്ള പ്രസംഗം 2 മിനിറ്റ് തീർക്കായിരുന്നു. ഒരേ കാര്യം പറഞ്ഞുള്ളൂ. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതൊരു ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിനെതിരാണ്, ഇത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഉണ്ടാക്കേണ്ടത്, നിങ്ങൾ വിദഗ്ധ സമിതിയൊക്കെ ഉണ്ടാക്കി, ഇത്ര പറഞ്ഞു. അതുകൊണ്ട് അതിൽ ക്രമപ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ കക്ഷി 10 മിനിറ്റ് ആവർത്തിച്ചും അങ്ങോട്ട് പറഞ്ഞും ഇങ്ങോട്ടും, ഞാൻ പറഞ്ഞ ബോറടിപ്പിച്ചു. അതേസമയം സതീശന് അറിയില്ല, സംസാരിക്കാൻ 1 മിനിറ്റും കൊണ്ട് 10 മിനിറ്റുള്ള സാധനം പൊളിച്ചെടുക്കും. അത് തന്നെയാണ് ഇവർ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഖജനാവിനകത്ത് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ കഥ പറഞ്ഞില്ലേ, 50,000 രൂപ പോക്കറ്റിലിട്ട് വീട്ടിൽ ചെല്ലുന്നു, വെളിയിൽ എല്ലാവരും നിൽക്കുകയാണ്. ഇത് നിങ്ങൾക്ക് അതിന് ബൈദ്യസ്വാമി ഒരു മറുകഥ കിട്ടും, അത് കിടുക്കഥയായിരുന്നു. അതിനേക്കാൾ നല്ല കഥ അതല്ല. ഈ മറ്റേ ലോൺ ആപ്പിൽ നിന്ന് ഒരുത്തൻ കാശെടുക്കുന്നു, എന്റെ 50 രൂപ വെച്ചിട്ട് എന്റെ 50 രൂപ ഉണ്ടാന്ന് പറയുന്ന പോലെ. അതാണ് മൊത്തം കടമാണല്ലോ. ലോൺ ആപ്പിൽ നിന്ന് കാശ് എടുത്തിട്ട് എന്റെ 50 രൂപ ഉണ്ടാ എന്ന് പറഞ്ഞ് ചെലുക്കി നടക്കുന്ന പോലെയാണ് ഇത് പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഇനി വരാൻ പോകുന്ന 5 വർഷം അദ്ദേഹത്തിന്റെ വാക്ചാതുരി കൊണ്ടും അദ്ദേഹത്തിന്റെ കൺവിൻസിങ് പവർ കൊണ്ടും പ്രതിപക്ഷത്തെ നിശബ്ദമാക്കി മുന്നേറും. ഇനി പ്രതിപക്ഷ നിലയിൽ അറ്റൻഡൻസ് കുറയാനുള്ള സാധ്യതയുണ്ട്. വന്നിട്ട് വലിയ ഒരു കാര്യമില്ല. ഒരു കാര്യത്തിൽ സതീശൻ CPM-നോട് നന്ദി പറയണം. ഈ പിണറായിയെ തന്നെ പ്രതിപക്ഷ നേതാവാക്കി, അതും ആക്കി ഒത്തിരി പഴങ്ങളെ പിടിച്ച് മത്സരിപ്പിച്ച്, അങ്ങനെ ഒരു കുഴപ്പം. ആ സതീശനൊക്കെ പുറകെ വെറുതെ കൈയും കെട്ടിയിരിക്കുന്ന, സംസാരിക്കാൻ അറിയത്തില്ല, ഭരണമില്ല, വല്ല സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? എന്തായാലും വരാൻ പോകുന്ന 5 വർഷം സതീശൻ്റെത് തന്നെയാണ്. സതീശനെ ഒരു കാരണവശാലും നിശബ്ദനാക്കാനോ അല്ലെങ്കിൽ മറുപടി ഉത്തരം മുട്ടിക്കാനോ ഈ പ്രതിപക്ഷത്തിന് സാധിക്കില്ല. അതൊരു സതീശൻ യുഗമാണ്. അതുപോലെ മറ്റൊരു കാര്യമുണ്ട്, സഭാ ടിവിയുടെ റേറ്റിംഗ് കൂടും, ഈ ഏഷ്യാറ്റിന്റെ ഒക്കെ മേളിൽ. അതാണ് ഇപ്പൊ എല്ലാ ആൾക്കാരും രാവിലെ ദേവസഭയുള്ള ദിവസം സഭാ TV തുറന്നു വെച്ച്. അതിന്റെ മാത്രമല്ല നമ്മുടെ സ്പീക്കർ തിരുവഞ്ചൂരാണല്ലോ, അദ്ദേഹത്തിന് അതിന് ചാർജ് വരും. ഗംഭീര പ്രകടനം. നമ്മുടെ ഒരു സുഹൃത്ത് നിസാം സെയ്ദ് ഉണ്ട്, ഗാന്ധി യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന, തിരുവഞ്ചൂരിന്റെ പഴയ സെക്രട്ടറി. അദ്ദേഹമാണ് ഇപ്പം തിരുവഞ്ചൂർ വന്നപ്പോൾ അതിന്റെ പ്രസ് സെക്രട്ടറി. അപ്പൊ രാവിലെ വിളിച്ചിരുന്നെ നിസാം സെയ്ദാണ്. വളരെ അറിയാലോ, യൂണിവേഴ്സിറ്റിയിലെ ആളാണ്. നല്ല പെർഫോമൻസ് ആണ്. ഇല്ല, അപ്പൊ ഗംഭീരമായിരിക്കും. അതിനകത്തൊക്കെ ഉണ്ട്, തിരുവഞ്ചൂരിൽ പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ സ്പീക്കർ ക്ഷമാശീലനായിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്പീക്കർ ക്ഷമാശീലനായിരിക്കണം അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, പറച്ചിലിൽ തന്നെ ഒരു വാത്സല്യം. മാത്രമല്ല ഇദ്ദേഹം ഇത്ര സീനിയർ നേതാവായതുകൊണ്ട് എല്ലാവരും ആദരിക്കും. മറ്റേ ആളിരിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിന് അങ്ങനെ വഴങ്ങേണ്ട കാര്യം ഒരു പാർട്ടിക്ക് വേണ്ടി. അതെ, ഷംസീർ ഇരുന്നപ്പോൾ പ്രശ്നമല്ല. ഷംസീർ താരതമ്യേന ജൂനിയർ ആയിരുന്നു. അദ്ദേഹത്തെ സ്പീക്കർ കസേര കാണുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ്. എന്തായാലും വരാൻ പോകുന്ന VD സതീശൻ യുഗത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ലൂസ് ടോക്ക് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.